നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുളക് കൃഷിയിൽ നമുക്ക് എത്ര രൂപയാണ് ഒരു ഏക്കറിൽ എക്സ്പെൻസ് വരുന്നത്. നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് നല്ല രീതിയിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആദായം കിട്ടാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു മുളക് ചെടിയാണിത്. അത്യാവശ്യം നല്ല രീതിയിലാണ് ഇത് ഇവിടെ നിൽക്കുന്നത്. ഇത് കാണാം. നമുക്കിവിടെ അത്യാവശ്യം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഇതുപോലെ നമുക്കൊരു ഈൽഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടുന്നതിൽ ഒരു 80% ചെടികളും നമുക്ക് ഇതേപോലെ ആദായം അല്ലെങ്കിൽ ഇതേപോലെ ഈൽഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് കൃഷി തീർച്ചയായിട്ടും നല്ല ലാഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ ലാഭത്തിലാണെന്ന് പറയുമ്പോഴും ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കൃഷിയല്ല. നമ്മൾ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നോക്കിയെങ്കിൽ മാത്രമാണ് നമുക്കത് ആ രീതിയിൽ ആദായം കിട്ടുന്നത്. ഇപ്പോൾ ഓരോ ഏക്കർ ഇതിപ്പോൾ 2 ഏക്കർ വരുന്ന ഒരു പുരയിടമാണ്. ഇതിനകത്ത് എക്സ്പെൻസ് എത്ര രൂപയാണ് വരുന്നതെന്ന് നമ്മൾ ആദ്യം പറയാം. ഇതിനകത്ത് ഒരു ഏക്കർ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രൗണ്ട് റെഡിയാക്കാനായിട്ട്, അതായത് നമ്മളിപ്പോൾ ഇതേപോലെ പുല്ല് പിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. അത് നമ്മൾ റെഡിയാക്കാനായിട്ട് ഇവിടെ നമുക്ക് ഏകദേശം ഒരു 30,000 രൂപയെങ്കിലും അടുത്ത് ചിലവ് വരും. ആദ്യം നമ്മൾ ട്രാക്ടർ അടിച്ച് ഇത് ക്ലീൻ ആക്കണം. അതിന് ശേഷം ഇതിനകത്ത് ബണ്ട് ഫോം ചെയ്യണം. ഇതേപോലെ നമ്മൾ ബണ്ട് ഫോം ചെയ്തിടണം. അപ്പോൾ ഇത്ര എക്സ്പെൻസ് ആണെന്ന് ഇപ്പോൾ നമുക്ക് ഇത്രയും വരാനായിട്ട് ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് അടുത്ത് ചിലവ് വരും. ഇതിനകത്ത് രണ്ടാമത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് വളം ഇടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഏക്കറിൽ നമുക്കൊരു 2500 മീറ്റർ ഇതേപോലത്തെ ബണ്ട് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. 2500 മീറ്റർ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീറ്ററിൽ 4 ചെടി വെച്ച് നമുക്ക് 10,000 ചെടിയാണ് നമുക്ക് ഒരു ഏക്കറിൽ പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു ഏക്കറിൽ 10,000 മുളക് ചെടി ആണ് നമ്മൾ മിനിമം പ്ലാന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്ട് 30,000 രൂപയുടെ ഗ്രൗണ്ട് വർക്ക് നമുക്ക് വരും. 2500 മീറ്റർ ബണ്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് രണ്ടാമതായിട്ട് വരുന്നത് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന അടിവളമാണ്. അപ്പോൾ അടിവളം നമ്മൾ മിക്കവാറും തന്നെ കമ്പോസ്റ്റ് വളമാണ് കൊടുക്കുന്നതെങ്കിൽ മിനിമം നമ്മളൊരു 10 രൂപ കമ്പോസ്റ്റ് വളത്തിന് കണക്കാക്കിയാൽ, ഒരു കിലോയിൽ കണക്കാക്കി കഴിഞ്ഞാൽ നമ്മൾ 1 മീറ്ററിന് 10 രൂപ വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. 1 മീറ്ററിന് 10 രൂപ വെച്ചിട്ടാണെങ്കിൽ ഏതാണ്ട് 25,000 രൂപയുടെ കമ്പോസ്റ്റ് വളം വേണ്ടി വരും. അതുകൂടാതെ മറ്റു വളങ്ങൾ കൂടി ആകുമ്പോൾ ഏതാണ്ട് ഒരു 50,000 രൂപയ്ക്ക് അടുത്ത് അടിവളം മാത്രം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 50,000-വും 30,000 ഏതാണ്ട് 80,000 രൂപ നമുക്കൊരു ബണ്ട് ഫോം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. ഇതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഇത് അതിൻ്റെ ഫിൽറ്ററാണ്. ഇതാണ് അതിൻ്റെ വെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് നമുക്ക് ഏതാണ്ട് നമ്മൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2,000 രൂപയിൽ താഴത്തെ വരുള്ളൂ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ വെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടിയാണ് വളം കയറ്റി വിടുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ബക്കറ്റ് വെച്ചിട്ട് ഇതിനകത്ത് വളം കൊടുത്തിട്ടാണ് നമ്മൾ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ എല്ലാ ചെടിയുടെ ചുവട്ടിലും വെള്ളം ചെല്ലുന്നത്. അപ്പോൾ ഈ ഫെർട്ടിഗേഷൻ യൂണിറ്റ്, ഡ്രിപ്പ് ഇറിഗേഷൻ യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെഞ്ചുറി സിസ്റ്റമാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 2,500 രൂപയ്ക്ക് അടുത്താണ് ചിലവ് വരുന്നത്. അപ്പോൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വിരിക്കുന്ന ഈ PVC ലൈനാണ്. PVC ലൈൻ നമ്മൾ ഏതാണ്ട് ഒരു 30,000 രൂപയുടെ PVC ലൈൻ നമുക്ക് വേണ്ടി വരും ഒരു ഏക്കറിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് നോർമൽ രീതിയിൽ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 30,000 രൂപ നമ്മളിപ്പോൾ 80,000 പ്ലസ് 30,000 ഏതാണ്ട് 1,10,000 രൂപയായി. അതിനൊപ്പം തന്നെ പിന്നെ വരുന്നതാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഫെർട്ടിഗേഷൻ ഇതിൻ്റെ പൈപ്പുകൾ. ഇപ്പോൾ 1 മീറ്റർ നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഡ്രിപ്പ് ടേപ്പുകളാണ്. ഇതിപ്പോൾ KSNM എന്ന് പറയുന്ന കമ്പനിയുടെ ഡ്രിപ്പ് ടേപ്പാണ്. ഇതുപോലത്തെ ടേപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 മീറ്ററിന് 3 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2,500 മീറ്റർ ആണെങ്കിൽ ഏതാണ്ട് 7,500 രൂപ ചിലവ് വരും. മുൻപ് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ HDP പൈപ്പുകളാണ്. ഇത് വളരെ കട്ടിയുള്ളതാണ്, വളരെ കൂടുതൽ കാലം കിടക്കും. പക്ഷേ ഇതൊന്നും ഉപയോഗിച്ച് നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ 16 രൂപയ്ക്ക് അടുത്താണ് മീറ്ററിന് വരുന്നത്. ഇപ്പോൾ 2,500 മീറ്റർ നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ കൃഷിയുടെ കോസ്റ്റ് വല്ലാണ്ട് കൂടിപ്പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഡ്രിപ്പ് ടൈപ്പുകളാണ്. ഇപ്പോൾ 2,500 മീറ്ററിൽ ഏതാണ്ട് 7,500 രൂപ എക്സ്പെൻസ് വരും. നമ്മൾ അതിൻ്റെ ഫിറ്റിങ്സ്, സിറ്റ് എല്ലാം കൂടെ നമുക്കൊരു 10,000 രൂപയ്ക്ക് താഴെയാണ് ചിലവ് വരുന്നത്. പിന്നെ വരുന്നത് ശരിക്കും ഇതിൻ്റെ മൾച്ചിങ് ഷീറ്റാണ്. ഇപ്പോൾ നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മൾച്ചിങ് ഷീറ്റാണ് വരുന്നത്. ഈ മൾച്ചിങ് ഷീറ്റ് ഇത് പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഈ ഷീറ്റിന് ഏതാണ്ട് 1 മീറ്ററിന് 7 രൂപയ്ക്ക് അടുത്ത് ചിലവ് വരും. ഇത് നമുക്ക് ഒരു 2-3 തവണ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം.
അതുപോലത്തെ ഷീറ്റ് വേണം നമ്മൾ വാങ്ങാൻ. ഇതിപ്പോൾ നമ്മൾ എനിക്ക് കൊണ്ടൊരു 3-4 കൃഷി കഴിഞ്ഞ ഷീറ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഷീറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 7 രൂപയാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഏതാണ്ട് 2500 × 7 എന്ന് പറയുമ്പോൾ ഏതാണ്ടൊരു 16-17 രൂപയ്ക്കടുത്ത് നമുക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചിലവാണ് നമുക്ക് ഈ ഒരു ബണ്ട് ഫോം ചെയ്യുന്നത് വരെ നമുക്ക് വരുന്നത്. പിന്നീട് വരുന്നത് നമ്മൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ കോസ്റ്റാണ്. പ്ലാന്റ് നമുക്കൊരു 1 രൂപ 50 പൈസയാണ് നമുക്ക് ഒരു പ്ലാന്റ് ഒരു സീഡ്ലിങ്സിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ 2500 10,000 ചെടിയാണ് വെക്കുന്നതെങ്കിൽ ഏതാണ്ട് 15,000 രൂപ നമുക്ക് അതിൻ്റെ ഒരു ചിലവ് വരുന്നുണ്ട്. ഇതിന് അഡീഷണലായിട്ട് നമ്മൾ വരുന്നത് ഇതിൻ്റെ ഒരു ലേബർ കോസ്റ്റാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ മെഷീനറിയുടെ കാര്യം ആദ്യം പറഞ്ഞു. നമ്മൾ ഇതിൻ്റെ ലേബർ കോസ്റ്റായിട്ട് ശരിക്കും നമ്മൾ ഇത് ബണ്ട് ഫോം ചെയ്ത് ഇതിനകത്ത് വളമിടൽ, ഇതിൻ്റെ ഡ്രിപ്പ് ടേപ്പ് വലിക്കൽ, മൾച്ചിങ് ഷീറ്റ് വിരിക്കൽ, ഇതെല്ലാം കൂടെ നമുക്ക് ഏതാണ്ട് ഒരു 30,000-നും 40,000-നും ഇടയ്ക്ക് ചിലവ് ലേബർ കോസ്റ്റ് മാത്രം വരും. പിന്നെ നമ്മൾ വരുന്നത് ഇതിൻ്റെ സംരക്ഷണമാണ്. അപ്പോൾ ഇത് നമ്മൾ പരിപാലിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരു 6 മാസം നമ്മൾ കണക്കാക്കണം. ഈ 6 മാസത്തിനിടയ്ക്ക് നമ്മൾ ഓരോ 7 ദിവസം കൂടുമ്പോഴും ഇതിനുള്ള വളങ്ങൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ വളങ്ങൾക്ക് തന്നെ വളങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇതിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ PPNB കൊടുക്കണം, അതുപോലെ തന്നെ ഓർഗോമേറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കീടങ്ങളെ രോഗങ്ങളെയൊക്കെ തടയാനായിട്ട് നമ്മൾ അതിനുള്ള രക്ഷാമാർഗങ്ങൾ നമ്മൾ ഒരു ഇൻ്റർവെല്ലിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഏതാണ്ട് ഒരു 20,000-നും 30,000-നും ഇടയ്ക്ക് ഫണ്ട് നമ്മൾ അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 2,10,000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ചിലവ് വന്നു കഴിഞ്ഞു. ഇനി പിന്നെ നമുക്ക് ലേബർ വരുന്നത് ശരിക്കും നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള സമയത്ത് ഇതിന് വേണ്ട വളങ്ങളും കാര്യങ്ങളും സ്പ്രേകളും എല്ലാം കൊടുക്കേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മൾ അതിനകത്ത് കൂടുതലായിട്ട് ലേബർ കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലാഭത്തിൽ നിന്ന് അത് കുറയും, നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും വിളവെടുപ്പ് കാലം വരെ നമ്മൾ തന്നെ ഇതിനു വേണ്ടിയുള്ള പരിചരണങ്ങളെല്ലാം കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് ചെടികളെല്ലാം നോക്കാനും അതിന് വേണ്ട സംരക്ഷണങ്ങൾ കൊടുക്കാനും നമുക്ക് സാധിക്കും. പിന്നെ വിളവെടുപ്പ് സമയത്ത് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഒരു കിലോയ്ക്ക് 10 രൂപ വെച്ചിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളിത് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ 2 സ്ത്രീകളെയൊക്കെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 10,000 ചുവട് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മിനിമം ഒരു 8,000 കിലോ മുളക് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഏറ്റവും കുറഞ്ഞത് 8,000 കിലോ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ 8,000 കിലോ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ കിലോയ്ക്ക് 10 രൂപ വെച്ച് നമുക്ക് ഏകദേശം 80,000 രൂപ അവിടെയും ഒരു ലേബർ കോസ്റ്റ് വരും. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ലക്ഷം രൂപയാണ് 1 ഏക്കർ മുളക് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പെൻസ് നമ്മൾ മാക്സിമം കണക്കാക്കേണ്ടത്. അതിനകത്തൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും, എന്നാലും മാക്സിമം നമ്മൾ ചിലവാക്കാൻ പറ്റുന്നത് ഒരു 3 ലക്ഷം രൂപയാണ്. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള വിപണിയെ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ വില ഇരിക്കുന്നത്. എന്നാലും നമ്മളുടെ സ്ഥലത്ത് ഇതിന് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റ് 80 രൂപയാണ്. മിനിമം 8,000 കിലോ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുകയാണെങ്കിൽ ഏതാണ്ട് 80 രൂപ വെച്ച് 8-64 6,40,000 രൂപയുടെ പ്രൊഡ്യൂസ് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും. ഇതൊരു 6 മാസത്തെ കാലയളവിലാണ്. അതായത് നമ്മൾ ചെടി നട്ട് പറിച്ച് കളയുന്നവരെ 6 മാസത്തെ 180 ദിവസത്തേക്കുള്ള കണക്കാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ 180 ദിവസം കൊണ്ട് നമുക്കൊരു 6,40,000 രൂപയുടെ വിറ്റ് വരവ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിനകത്ത് നിന്ന് 3 ലക്ഷം രൂപ നമ്മുടെ എക്സ്പെൻസ് മാറ്റിയാൽ 3,40,000 രൂപയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കൃഷിയാണ് മുളക് കൃഷി എന്ന് പറയുന്നത്. പക്ഷേ അത് വളരെ ഈസി അല്ല. നമ്മളത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മാർക്കറ്റിനെ മനസ്സിലാക്കി, മാർക്കറ്റിൽ മനസ്സിലാക്കണം മാത്രമല്ല ചെടിയെയും അതുപോലെ തന്നെ സംരക്ഷിച്ചാൽ മാത്രമാണ് ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് ചെടിക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ കീടത്തിൻ്റെ ആക്രമണമാണ്, ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെയാണ്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ന്യൂട്രിയൻസും അതിന് വേണ്ടായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ കീടത്തിൻ്റെ ആക്രമണം, രോഗത്തിൻ്റെ ആക്രമണം, ഇതിനൊക്കെ പരിഹാരങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് വരാൻ സാധിക്കുന്ന എക്സ്പെൻസ് 3 ലക്ഷം രൂപയാണ്. പക്ഷേ നമുക്കൊരു 3,40,000 രൂപ പ്രോഫിറ്റായിട്ട് നമ്മളുടെ കയ്യിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊരു ബിസിനസ്സും പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മുളക് കൃഷി എന്ന് പറയുന്നത്. ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ്. പക്ഷേ ഈ പറഞ്ഞതാണ് അതിനകത്തൊരു കേസ്, നമ്മൾ വളരെ കണ്ണിങ് ആയിട്ട് നിന്നാൽ മാത്രമാണ്
ഈ ബിസിനസ്സിലും ലാഭം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. കൃഷി നമുക്ക് വളരെ ആസ്വാദ്യകരവുമാകണം, അതുപോലെ തന്നെ വരുമാനവും നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുളക് കൃഷി എന്ന് പറയുന്നത് വളരെ ആദായകരമായ ഒരു കൃഷിയാണ്, അതുപോലെ തന്നെ വളരെ പ്രയാസമുള്ളൊരു കൃഷിയാണ്. നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് മുളകിൽ നമ്മൾ ഇപ്പം എല്ലാവരും പറയുന്നത് മുളകിൽ ധാരാളം വിഷം ഉപയോഗിച്ചിട്ടാണ് പുറത്തുനിന്ന് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഈ മുളകിനകത്ത് പുറത്തുള്ള കൃഷിക്കാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൊമേഴ്സ്യലി ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന കെമിക്കലായിട്ടുള്ള വളങ്ങളും പെസ്റ്റിസൈഡുകളും ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കാര്യം കൂടെ മനസ്സിലാകുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്യണോ അതോ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കണോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.